നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം ഇതുവരെയും ചർച്ച ചെയ്യാത്ത ഒരു വെളിപ്പെടുത്തലുമായാണ് ഇന്ന് എൻ്റെ വീഡിയോ. എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഗോത്രവർഗ നേതാവാണ്, ഒരു ആദിവാസി നേതാവാണ് പള്ളിയറ രാമേട്ടൻ. അദ്ദേഹം സംഘപരിവാർ സഹയാത്രികനാണ്. ജനസംഘകാലം മുതൽ അദ്ദേഹം BJP-യിലും ജനസംഘത്തിലും RSS-ലും എല്ലാം വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തെ 1979 മുതൽ 84 വരെ അദ്ദേഹം കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ അംഗമായിരുന്നു. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ അവിടുത്തെ മുസ്ലിം ലീഗുകാരും കോൺഗ്രസുകാരും അക്ഷീണം പ്രയത്നിച്ചിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള KM ഷാജിയുടെ പിതാവ് ബീരാൻ എന്ന മുസ്ലിം ലീഗ് നേതാവാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ ഏറെ വിയർപ്പൊഴുക്കിയത് എന്നും വളരെ സ്നേഹത്തോടു കൂടി രാമേട്ടൻ, നമ്മുടെ വയനാട്ടുകാരുടെ പ്രിയപ്പെട്ട രാമേട്ടൻ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ KM ഷാജിയെ കുറിച്ച് സ്വന്തം മകനോടുള്ള വാത്സല്യവും അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ ഒരു നേതാവാണ് KM ഷാജി എന്നും ഗുരുത്വം ഉള്ളവനാണെന്നും അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. വാർഡിലെ ലീഗുകാർ കുറച്ച് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർത്ത് ഒരു സൈക്കിൾ ചിഹ്നമൊക്കെ തന്നിട്ട് അങ്ങനെ എന്നെ ജയിപ്പിച്ചു. 79 മുതൽ 84 വരെ. അത് അപ്പൊ ഞാൻ ഈ മെമ്പർ തുടക്കത്തിലെ RS-കാരൻ തന്നെയാണ്. കാരണന്മാരൊക്കെ കോൺഗ്രസ് ആയിരുന്നു. രാമേട്ടനെ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി പഞ്ചായത്ത് മെമ്പറാക്കി. ജനസംഘമല്ലേ? ജനസംഘം. ഇലക്ഷൻ 79 നിങ്ങള് കൺവെൻഷനൊക്കെ കൂടുമ്പോ RSS ഒന്നും പറയണ്ട, ഈ ഷാജിയുടെ വാപ്പ KM ഷാജിയുടെ വാപ്പ RSS ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറയും, ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ ലീഗാനൊന്നും പറയാം. തമാശയാണ്, ഭയങ്കര രസം. അതിലിടയ്ക്ക് ഈ പ്രതിപക്ഷ ലീഗ് ഉണ്ടല്ലോ, അവരിങ്ങനെ ഭയങ്കര ഒച്ചപ്പാട്, മുസ്ലിം ലീഗും BJP ജനസംഘവുമായിട്ട് ഭയങ്കര പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ്. ഇവിടെ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാവും, ചോരപ്പുഴ ഒഴുക്കും, അങ്ങനെ കണിയാമ്പറ്റയെ ഒരു വലിയ കലാപമാക്കി മാറ്റുന്നു പറഞ്ഞിട്ട് മണിക്ക് കിട്ടി പ്രസംഗം. അതൊന്നും ഇവരാരും ശ്രദ്ധിച്ചില്ല. ഈ KM ബാപ്പാന്റെ പേരെന്തായിരുന്നു? വീരൻ. ഓനെ നല്ല ബന്ധമാണ്. ഇവനെ പഠിപ്പിച്ചത് ഞാൻ PTA പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇവൻ ലീഗിന്റെ കൊടിയും വടിയും ഇതൊക്കെ എന്നിട്ട് കമ്പളത്തോടും കണിയുമ്പത്തേക്ക് ഒട്ടിക്കല പണി. 9ാം ക്ലാസ്സിൽ തോറ്റു. അപ്പോ ഞങ്ങളൊക്കെ കൂടി പറഞ്ഞ എടോ ഇതൊക്കെ പിന്നെ മതി, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ 9ാം ക്ലാസ്സിൽ മാഷ് ഇവരൊക്കെ വിളിച്ചു കൂട്ടി, പെട്ടിയൊക്കെ വിളിച്ചു കൂട്ടി. അങ്ങനെ ഇവൻ 9ാം ക്ലാസ് പാസ്സായി, 10ൽ പാസ്സായി, 10ൽ കോളേജിൽ പോയി പഠിച്ച് അങ്ങനെ ഉയർന്നു വന്ന് എല്ലാം കൂടി നന്നായി. എപ്പോഴേക്കും ഈ നമ്മളെ സ്കൂളിലെ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, BEd കോളേജ്, ഇതൊക്കെ നമ്മൾ നിവേദ വിദ്യാനികേതൻ ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മളുണ്ടായിരുന്നു അന്ന്. ഈ KM ഷാജി ഇപ്പൊ വയനാട്ടിൽ വിളിക്കാറുണ്ടല്ലോ. ഞാൻ പിന്നെ ഓനെ നമ്മളെ വിറ്റ് കുറച്ച് കാശാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അഡ്വാനി രഥയാത്ര നടത്തിയിരുന്നു അയോധ്യയിലേക്ക്. പ്രമോദ് മഹാജനൊക്കെ കൂടിയിട്ട്, പ്രമോദ് മഹാജൻ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഇതൊക്കെ വന്നിട്ട് അങ്ങനെ രഥയാത്ര നടത്തിയ കാര്യങ്ങളൊക്കെ ഇവൻ മുസ്ലിം ഡാക്ടറിനുള്ളിൽ പോയിട്ട് നല്ല കത്തിയായിട്ട് പ്രസംഗിച്ചിട്ട് ഞാൻ പറയാടാ കാട്ട് കള്ളാത്തി ഞങ്ങളെല്ലാം കൊണ്ടുപോയി വീട്ടിൽ കാശാക്കി പടാക്കി വന്നിട്ട് ഓന് CD ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന മുസ്ലിം വികാരമൊക്കെ ഇളക്കിയിട്ടേ ഇഫ്താറിനൊക്കെ വിളിക്കും. KM ഷാജി നല്ല അറിവുള്ളവനാണ്, കഴിവുള്ളവനാണ്, പ്രാപ്തിയുള്ളവനാണ്, നല്ലപോലെ വായിക്കുന്ന, എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ സമുദായത്തിൻ്റെയും എല്ലാ രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്ര ചരിത്രങ്ങളെല്ലാം വ്യക്തമായിട്ട് കുറേ അറിയാവുന്നതാണ്. പക്ഷേ അവൻ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ പഞ്ചായത്ത് ബോർഡിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഇവൻ്റെ വാപ്പ മരിച്ചു, കുഞ്ഞവളാജ് മരിച്ചു, വീരാൻക്ക് മരിച്ചു, VP മൊയ്തു മരിച്ചു, അതുപോലെ ഞങ്ങളൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ കാരണന്മാരൊക്കെ മരിച്ചു. ഹൈസ്കൂളൊക്കെ ഞങ്ങളാണല്ലോ ഉണ്ടാക്കി. അപ്പോൾ ഇവൻ മെമ്പറായിട്ട് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ അനുഗ്രഹം തേടാൻ വന്നു. എന്തിനാണ് ഞാൻ
75% ലീഗുകാരുള്ള ആ വാർഡിൽ ഒരു ബാനർ വേണ്ട, പോസ്റ്റ് വേണ്ട, ഒരു ബോർഡ് വേണ്ട, നീ ജയിച്ചു പോകില്ല. പിന്നെ എന്തിനാ എൻ്റെ അനുഗ്രഹം എന്ന്. അല്ല, ഞങ്ങളെ കാരണന്മാരുടെ കൂട്ടത്തിൽ ഒരു കാരണം ഒരു നിപ്പുള്ള നിങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാല് പിടിച്ച് അനുഗ്രഹം നേടാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ അനിയനും ഫൈസലും ഒന്നും കൂടി വന്ന് അനുഗ്രഹം നേടി ജയിച്ചു. പഞ്ചായത്ത് ബോർഡ് മെമ്പറായി. അങ്ങനെയൊക്കെ ഉയർന്ന് ഇഫ്താറൊക്കെ നടത്തുമെന്നെ വിളിച്ചു. ഈ കെ എം ഷാജി മുസ്ലിം ലീഗ് നേതാക്കൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കുറച്ചൊക്കെ മതേതരായിട്ട് ചിന്തിക്കുക. ഈ ഒരു മുസ്ലിം കറ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. ചെറിയൊരു പലർക്കുണ്ട്. അത് കെ എം ഷാജി എന്ന് പറയുമ്പോൾ പല നേതാക്കൾ ഇപ്പോ അവരുടെ ചില നേതാക്കൾ അദ്ദേഹം ഈ തങ്ങളെ പോലും ചോദ്യം ചെയ്ത ആളാണ്. അത് വയനാട്ടുകാരന് പൊതുവെ വയനാട്ടുകാരന് പൊതുവെ ആ ഒരു ആചാരമുണ്ട്. നിങ്ങളുടെ ആത്മീയാചാര്യന്റെ സ്ഥാനവും പാർട്ടിയുടെ സ്ഥാനവും രണ്ടും വഹിക്കാൻ പാടില്ല. അവസാനം ലഹളയുണ്ടായി. ലീഗുകാരെ ഇത്തരം കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് കേരള രാഷ്ട്രീയം എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത്. KG മാരാറിനെ വിജയിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോലീബി സഖ്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ പല സ്ഥലത്തും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവുമൊക്കെ ഇടതുപക്ഷവും സംഘപരിവാറും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ രാഷ്ട്രീയത്തിൽ അസ്പൃശ്യത ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് വല്ലാതെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റവും സംഘപരിവാർ ഇന്ത്യയിൽ വല്ലാതെ കരുത്താർജിച്ചതിലുള്ള മറ്റുള്ളവർക്കുള്ള അസൂയ കലർന്ന ഒരു ഭയത്തിൽ നിന്നുമാണ് ഇത്തരം അസ്പൃശ്യത കേരളത്തിൽ ഉണ്ടായത്. ഭാവിയിലും ഇത്തരം രാഷ്ട്രീയ തൊട്ടുകൂടായ്മകൾ മാറും എന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.